ഹലോ ഡിയേഴ്സ്, നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് പോലും എന്തുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ഇതിലോട്ട് നടപടികളിലോട്ട് പോകുന്നില്ല എന്നുള്ളത്. കാരണം അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ അവസ്ഥ. ഇതിപ്പം SSLCയുടെ കാര്യം മാത്രമല്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണൂ, എന്നിട്ട് നിങ്ങൾ പറയൂ എന്തായിരിക്കാം ഇതിന് കാരണം. ആൺകുട്ടികൾ വളരെ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. നടപടികളിലോട്ട് പോയിരുന്നെങ്കിൽ ഇത് കുറയണ്ടേ? അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് നാളായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇന്ന് SSLCയുടെ ഒരു റിസൾട്ട് വന്നപ്പോൾ ആ ഒരു ഡാറ്റ കൂടുതൽ എവിഡന്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും SSLCയുടെ മാത്രമല്ല +2വിന്റെയും മറ്റു ഡിഗ്രി തലത്തിലെല്ലാം ഡാറ്റകൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോ നിങ്ങൾ ഇതിനകത്തെ വേണ്ടപ്പെട്ടവരിലോട്ട് എത്തിക്കുക. കാരണം ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തെ ആൺകുട്ടികൾ വളരെ പിറകിലായി പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് അതിലോട്ട് വരാം. SSLCയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 30,000 ഇത് മാത്രമല്ല, ജെനറ്റിക്കലി തന്നെ അതിനകത്ത് കുറച്ച് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, Y ക്രോമസോം അതിനകത്ത് ലോപിച്ചു വരുന്നു, ചുരുങ്ങി വരുന്നു എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് വംശനാശം സംഭവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ മുന്നേ വീഡിയോകൾ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതിനകത്തെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കണം. 30,514 പേർക്ക് മുഴുവൻ A+ കിട്ടി ഇത്തവണ SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ. അതിലെ 20,771 പേരും പെൺകുട്ടികളായിരുന്നു. അതായത് 9,743 മാത്രമാണ് ആൺകുട്ടികൾ. എന്ന് പറഞ്ഞാൽ 32% പോലും ആൺകുട്ടികൾ എത്തിയില്ല ഫുൾ A+ലോട്ട്. എന്നാൽ പെൺകുട്ടികൾ 68% അതിനകത്ത് പെൺകുട്ടികളായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ഇതിപ്പം SSLCയുടെ കാര്യമല്ല, +2വിന്റെ 2020 മുതൽ 2025 വരെയുള്ള ഡാറ്റകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യൂ. കാരണം ഇതിനകത്ത് പരിഹാരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനകത്തെ എന്താണ് പ്രശ്നം എന്നറിഞ്ഞാലാണ് നമുക്കത് പരിഹരിക്കാൻ സാധിക്കുക. അപ്പം ഒരുപാട് കേസുകൾ ഞാനിപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കും. ഒരുപാട് സ്റ്റുഡൻസിനെ, ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഈ ഒരു SSLCയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിലും +2വിലോട്ട് എത്തുമ്പോൾ വളരെ മാർക്ക് കുറഞ്ഞു പോകുന്നു. കാരണം പലതും അങ്ങോട്ട് മനസ്സിലാകില്ല. എസ്പെഷ്യലി മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരൊക്കെയാണെങ്കിൽ. അപ്പം അതിനകത്ത് നിങ്ങളിപ്പം +1 +2 ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലാണ് ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായി ആൻസർ ചെയ്യുവാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സോ നിങ്ങൾ അത്തരത്തിൽ മികച്ച സ്കോറിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നന്നായി മനസ്സിലാക്കി പഠിച്ച്, ഇപ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കുറച്ചുകൂടി അതിനകത്ത് നന്നായി മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മാത്രം ജോയിൻ ആയാൽ മതി. കാരണം നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പം അതിനകത്ത് മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കും ഒക്കെ മനസ്സിലാവുന്ന രീതിയിലാണ്, മലയാളത്തിൽ വരെ നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ഇപ്പം ഐ ബട്ടണിൽ കാണാം, ഇപ്പം കമന്റ് ബോക്സിലും അതിനകത്ത് വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. 77 36 70 70 45 എന്നാണ് എന്റെ നമ്പർ. നിങ്ങളിപ്പം +1 +2 ഒക്കെ ആണെങ്കിലും നിങ്ങൾ ആ ഒരു നീറ്റ് എന്നൊക്കെ പറഞ്ഞ നീറ്റോ JEO അല്ലെങ്കിൽ കീമൊക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ പഠിക്കാൻ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനിയിപ്പം +2വിന്റെ റിസൾട്ട് വരികയാണ്. അപ്പം നിങ്ങൾ +1 +2 ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ചാപ്റ്റർ വൈസ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് എങ്ങനെ പഠിക്കണം, അടിപൊളിയായിട്ട് നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആ ഒരു മോട്ടിവേഷൻ, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, അതുപോലെ ചാപ്റ്റർ വൈസ് ട്രിക്കുകൾ, വീഡിയോസ് എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കേണ്ട. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു നിങ്ങളിപ്പം +1 +2 ഒക്കെ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ഒക്കെ പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം, നിങ്ങൾക്ക് അവിടെ ജോയിൻ ആകാം. അപ്പൊ എന്തായാലും അതിനകത്തെ നമുക്ക് 2020ലോട്ട് പോകാം. 2020 കണ്ടോ 94.2% ഫിമെയിൽസ് പെൺകുട്ടികൾ അതിനകത്ത് പാസ്സായപ്പോൾ ആൺകുട്ടികൾ വെറും 82.1% അതിനകത്ത് പാസ്സായി. 2021ലോട്ട് വരുമ്പോൾ 95%, അതായത് 4% ഫീമെയിൽസേ അന്ന് ഫെയിൽ ആയുള്ളൂ. പെൺകുട്ടികൾ 4% ഫെയിൽ ആയുള്ളൂ 2021. കൊറോണയുടെ ഒക്കെ ആ ഒരു സമയത്ത് ഹൈ പാസ് പെർസെന്റേജ് ആയിരുന്നു. എന്നാൽ പോലും ആൺകുട്ടികൾ കണ്ടോ 84.3. ആ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. 11.5%. അത്ര വലിയ ഗ്യാപ്പാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ. 2022ലോട്ട് വന്നപ്പോൾ 92.4% അതിനകത്ത്
പെൺകുട്ടികൾ അതിനകത്ത് പാസ്സായി. 7.7% കണ്ട അതിനകത്ത് ഫെയിലായത്. പക്ഷേ ആൺകുട്ടികൾ 20% മുകളിൽ പരാജയപ്പെട്ടു എന്ന് ഓർക്കണം. അതായത് 3 ഇരട്ടിയോളം. 2023 അങ്ങനെയാണ്. 93.5% പെൺകുട്ടികൾ പാസ്സായപ്പം, അതായത് ആൺകുട്ടികൾ അവിടെ വീണ്ടും 20%-നടുത്ത് ആൺകുട്ടികൾ അവിടെ വീണ്ടും ഫെയിലായി. 2024 വ്യത്യസ്തമല്ല. 2024 അത് കൂടി വരികയാണ്. 91% പെൺകുട്ടികളും പാസ്സായപ്പോൾ 77% ആൺകുട്ടികളെ പാസ്സായത്. 2025 വ്യത്യസ്തമല്ല, വളരെ എവിഡന്റ് ആയി. ഗ്യാപ്പൊക്കെ 15.4% കൂടി. ആൺകുട്ടികൾ വളരെ കുറഞ്ഞു. ഉണ്ടാവും 74%-മായി 2025 ആൺകുട്ടികൾ പാസ്സായുള്ളൂ. ഇത് സയൻസിലെ ഫുൾ A+ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 2025 22,700 കുട്ടികൾക്ക് ഫുൾ A+ +2 സയൻസിൽ. അത് 75% പെൺകുട്ടികളാണ്. അതായത് 17,000 ഈ 22,000-ലെ 17,000 A+ പെൺകുട്ടികളുടേത്. വെറും 5,700 ആൺകുട്ടികൾക്ക് A+ ഉണ്ട്. അതായത് പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ പെൺകുട്ടികൾ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം നല്ല. രജിസ്റ്റർ ചെയ്തത് മൊത്തമാണ്. അതായത് സയൻസിന്റെ എല്ലാം മൊത്തത്തിൽ രജിസ്റ്റർ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അടക്കം രജിസ്ട്രേഷൻ നോക്കിയാൽ ആൺകുട്ടികളാണ് കൂടുതൽ. 2.23, അത് 2.17 ആണ്. 2.17 ഗേൾസ് ഉള്ളൂ. ആൺകുട്ടികൾ 2.23 ലക്ഷമുണ്ട്. അപ്പം 2 ലക്ഷത്തെ, അതായത് ലക്ഷക്കണക്കിന് നോക്കുമ്പോൾ അതിനകത്ത് 2 ലക്ഷത്തോളം എന്തുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും റേഞ്ചൊക്കെ കണക്കാം. പക്ഷെ പാസ്സായവർ നോക്കുമ്പോൾ അതിനകത്ത് പാസ് നോക്കുകയാണേലും ഫുൾ A+ നോക്കുകയാണേലും എല്ലാം അതിനകത്ത് എന്താണ്, ആൺകുട്ടികൾ വളരെ പിറകിലോട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പം അതിനകത്ത് മൊത്തത്തിൽ നമ്മൾ സ്ട്രീം വൈസ് ഇപ്പം ഇത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എല്ലാം കൂടി സയൻസ് അടക്കം നോക്കുകയാണെങ്കിൽ ഓവറാൾ 86% എന്തായിരുന്നു, പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്നു. 86% പെൺകുട്ടികൾ പാസ്സായപ്പോൾ ആൺകുട്ടികൾ വെറും 68% പാസ്സായത്. മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എല്ലാം കൂടി. അതായത് A+ ഫുൾ എല്ലാ സ്ട്രീമിലും A+ നോക്കുമ്പോൾ 30,000 A+ ആണ് +2 മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 22,000 പെൺകുട്ടികൾ പോയി. 75%-ഓളം. 4-ൽ 3. ബാക്കി 4-ൽ 1 ആൺകുട്ടികൾ കിട്ടിയുള്ളൂ. വെറും 7,000 ടോട്ടൽ A+. അപ്പൊ ഇത് ടോട്ടൽ നേരത്തെ കാണിച്ചത് സയൻസിന്റെ. ഇനി ഇപ്പം അതിനകത്ത് മൊത്തത്തിൽ നമ്മൾ ഈ നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പം ഇത് ഞാൻ ഗൂഗിളിലെ ഡാറ്റ വെച്ച് ഇതിനകത്ത് കമ്പാരിസൺ നടത്തിയതാണ്. ഇതിനകത്ത് നോക്കൂ, നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സംഭവം ഇവിടെ ഈ 50% എന്ത്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഈക്വൽ തന്നെയാണ്. പക്ഷെ ഹയർ സെക്കൻഡറിയിലോട്ട് എത്തുമ്പോൾ ആൺകുട്ടികൾ കുറയുന്നതും പെൺകുട്ടികൾ കൂടുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ ഡിഗ്രി UG ലെവലിലോട്ട് എത്തുമ്പോൾ ആൺകുട്ടികൾ 30-40% ആയി മാറുന്നു, പെൺകുട്ടികൾ 60-70% മാറുന്നു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം PG തലത്തിലോട്ട് എത്തുമ്പോൾ ആൺകുട്ടികൾ 28%, പെൺകുട്ടികൾ 72%. അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ? ഏതായാലും നിങ്ങൾ ഇതിനകത്തെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ ഇങ്ങനെ തോൽക്കുന്നത്? അപ്പം ഇതിനകത്ത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തുല്യരായിരിക്കണ്ടേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കാരണം ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യം, ആൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജയിക്കുന്നവരും അല്ലെങ്കിൽ A+ കിട്ടുന്നവരും ഒക്കെ. അതിനിപ്പം ഹയർ ലെവലിലോട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ഇതിന്റെ പരിഹാരത്തിലോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് കേരളത്തിലെ ആൺകുട്ടികൾ വളരെ പിറകിലോട്ട് പോകുന്നു എന്നുള്ളത് അതിനകത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും ഇതിനകത്ത് നിങ്ങളുടെ കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട സൊല്യൂഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ റിസൾട്ട് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അറിയാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടപടികളിലോട്ട് കിടക്കണം. പക്ഷെ ഇതുവരെ ആ ഒരു മാറ്റം വന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.